നമ്മുടെ ഭരണനിർവഹണ സംവിധാനത്തിൽ നിയമവകുപ്പും ധനകാര്യ വകുപ്പും പൊതുഭരണ വകുപ്പും ഇൻഡിപെൻഡൻ്റായ വകുപ്പുകളാണ്. ബാക്കി എല്ലാ വകുപ്പിലെയും ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കാനുള്ള, മാറ്റം ചെയ്യാനുള്ള അധികാരമുള്ളത് പൊതുഭരണ വകുപ്പിനാണ്. അപ്പോൾ തുറമുഖ വകുപ്പിൽ ഉൾപ്പെടെ സെക്രട്ടറി മാത്രമല്ല, ഏത് ഉദ്യോഗസ്ഥനാണ് ഫയൽ നോക്കേണ്ടതെങ്കിൽ അവിടെ ആരിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന പൊതുഭരണ വകുപ്പാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു വ്യക്തിക്ക് ഇവ സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളതാണ്. വകുപ്പുകൾ നിശ്ചയിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഈ വകുപ്പുകൾ ധനം, നിയമം, പൊതുഭരണം, തുറമുഖം, ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 സ്വതന്ത്ര വകുപ്പുകളും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വകുപ്പും അത് സ്വയം ഏറ്റെടുത്തിരിക്കുന്നത് എന്തിൻ്റെ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അതുകൂടി മനസ്സിലാക്കിയിട്ടായിരിക്കാം AICCയുടെ സംഘടനാ സെക്രട്ടറി അത്തരമൊരു നിലപാട് പരസ്യമായി തന്നെ അദാനിക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. അത് ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. 13,200 കോടി രൂപയ്ക്ക് 49% ഷെയറുകൾ കൈമാറി എന്നുള്ളത് സെബിക്ക് 30-ാം തീയതി നൽകിയ അവരുടെ അപേക്ഷയിൽ 29 ജൂണിൽ ഈ കരാർ ഒപ്പിട്ടിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ പ്രകടമായ നിയമലംഘനം നടന്ന സന്ദർഭത്തിൽ അവ സംബന്ധിച്ച് ശക്തമായ നിലപാട് സ്വീകരിക്കാതെ അതൃപ്തി എന്ന ഒരു വാക്കിനകത്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ പ്രതികരണം ഒതുക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം മദ്യ നികുതിയെ സംബന്ധിച്ചാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിക്കുക എന്നുള്ളത് ഇപ്പോൾ ഫിനാൻസ് ബില്ലിലൂടെ സംസ്ഥാനത്തെ നിയമത്തിന്റെ ഭാഗമായി. അതിനുശേഷമാണ് പറയുന്നത് UDF തീരുമാനിക്കുമെന്നുള്ളതാണ്. എന്നാൽ നിയമം പാസാക്കി കഴിഞ്ഞാൽ ഇനി ആ വ്യവസ്ഥ മാറണമെങ്കിൽ മറ്റൊരു നിയമം കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. പാർലമെന്റിനകത്ത് ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടുന്നില്ല എന്ന വിമർശനം തുടർച്ചയായി പ്രതിപക്ഷം ഉയർത്തുമ്പോൾ അതിനെ ശക്തമായി മുൻപിൽ നിന്ന് നയിക്കുന്ന ഒരാൾ രാഹുൽ ഗാന്ധിയാണ്. കോൺഗ്രസിനും അതേ അഭിപ്രായം തന്നെയാണ് പാർലമെന്റിനെ സംബന്ധിച്ചുള്ളത്. ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കുമില്ല, ജനാധിപത്യ വിരുദ്ധമായി പാസാക്കുന്നു എന്ന് മോഡി ഭരണത്തെ വിമർശിക്കുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കേരളത്തിൽ ഇതുവരെ കാണാത്ത രൂപത്തിൽ ഫിനാൻസ് ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ഏകപക്ഷീയമായി ഈ ഭൂരിപക്ഷത്തെ ഉപയോഗിച്ച് പാസാക്കിയെടുക്കുന്ന കാഴ്ചയ്ക്കാണ് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. ഇനി അത് മാറ്റണമെങ്കിൽ വീണ്ടും നിയമസഭയിൽ ബില്ല് വരണം. യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് UDF തീരുമാനിച്ചാൽ വിൽക്കണമല്ലോ, അപ്പൊ അതിന് നികുതി വേണമല്ലോ. ഇപ്പൊ വിൽക്കുന്നതിന് യഥാർത്ഥത്തിൽ നികുതിയുണ്ട്, 259% നികുതിയുണ്ട്. ആ നികുതി അനുസരിച്ച് അവർക്ക് വിൽക്കുന്നതിന് തടസ്സമില്ല. അവന് പ്രത്യേകമായിട്ടുള്ള ബീവറേജ് കോർപ്പറേഷൻ വഴി വിൽക്കണമെങ്കിൽ ഒരു അനുമതിയുടെ മാത്രം പ്രശ്നമേ ഉള്ളൂ. ഇനി UDF തീരുമാനിക്കുമ്പോൾ വിൽക്കണമെങ്കിൽ ഗവൺമെന്റിന് ഒന്നുകിൽ നിയമസഭയ്ക്കകത്ത് അപ്പോൾ ഒരു ബില്ല് കൊണ്ടുവരാം, അല്ല അതിവേഗതയിൽ UDF തീരുമാനിച്ചാൽ വിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഓർഡിനൻസ് ഇറക്കിയാൽ മതി ആ സന്ദർഭത്തിൽ. അപ്പൊ ഫിനാൻസ് ബില്ലിനകത്തും നിന്ന് ഈ പുതിയ നികുതി വ്യവസ്ഥ കൊണ്ടുവരുന്നത് പിൻവാങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള എന്തോ ഒരു കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായി എന്നതിന്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹമാണ് നേരത്തെ വ്യക്തമാക്കിയത്, ഖജനാവിലേക്ക് പോകേണ്ട നികുതിപ്പണമാണ് വലിയ ഡിസ്റ്റലറികളിലേക്ക് മാറ്റാൻ പോകുന്നത്. അത് വലിയ അഴിമതിക്ക് കളമൊരുക്കുന്നു, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞോളൂ എന്ന് പരസ്യമായി പറഞ്ഞയാൾ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഖജനാവിലേക്ക് വരേണ്ട പണം ഡിസ്റ്റലറികൾക്ക് നൽകുന്ന നികുതി നിർദ്ദേശം എല്ലാ മാനദണ്ഡങ്ങളും ഒഴിവാക്കിക്കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും ഈ 1.5 മാസത്തിനുള്ളിൽ ഗൗരവമായ അഴിമതിയുടെ ഭാഗമാണ്.